തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 9-11 തീയതികളിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രചരണത്തിൽ ഊന്നൽ കൊടുക്കുന്നത്. ഒന്ന്, ഇതുവരെ കേരളം ഭരിച്ച ഇടതുമുന്നണി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായി ഈ ഭരണത്തെ ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ഒരവസരമാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇന്ന് സർക്കാരിനെതിരായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃയോഗം കൂടിയെടുത്ത തീരുമാനമാണ്. അതിൻ്റെ 2ാം ഭാഗം UDF ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തു മാറ്റങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റോ. അത് 24-ാം തീയതി കൊച്ചിയിൽ അത് പ്രകാശനം ചെയ്യും. ആദ്യഘട്ടത്തിൽ സർക്കാരിനെതിരായും സർക്കാരിൻ്റെ ചെയ്തികൾക്കുമെതിരായിട്ടുള്ള കുറ്റപത്രവും, 2ാമത്തെ ഭാഗത്ത് അതിനെ മറികടന്നുകൊണ്ട് വളരെ പോസിറ്റീവായി വളരെ അടിസ്ഥാനപരമായ മാറ്റം, അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കൃത്യമായ ലക്ഷ്യങ്ങൾ പാലിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മാനിഫെസ്റ്റോയും വരും. ഇവിടെ കുറ്റപത്രം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ LDFൻ്റെ കാലത്താണ് ചില വികാസം നടന്നത്, UDFൻ്റെ കാലം വന്നപ്പോൾ അത് അധോഗതിയിലേക്ക് പോയെന്നാണ്. LDF ഭരണകാലത്ത് വികാസം ഉണ്ടാകുന്നത് CPMകാരുടെ പോക്കറ്റുകൾക്ക് മാത്രമാണ്, അല്ലാതെ ഒരു വികാസം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് കേരളം മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നത്. ശബരിമലയിലെ സ്വർണം വരെ കൊള്ളയടിച്ചു. ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ, അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവുമാണ് കൊള്ളയടിച്ചത്. ദ്വാരപാലക ശില്പത്തിൻ്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി ഒറിജിനൽ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റു. എന്നിട്ട് വ്യാജ മോൾഡ് ഉണ്ടാക്കി സ്വർണം പൂശി കൊണ്ടുവന്ന് വെച്ചു. ഇത് 2019 നടന്നതാണ്. പിന്നീട് അധികാരത്തിൽ വന്ന ആളുകൾ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ കൊള്ള നടന്നത്. അവരൊക്കെ പ്രതികളാവുകയാണ്. ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടും പുറത്തറിഞ്ഞില്ല, കോടതി ഇടപെട്ടപ്പോഴാണ്. എന്നിട്ട് വീണ്ടും ഈ സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് വേണ്ടി ഇപ്പം മാറിയ ദേവസ്വം ബോർഡ് അവരുടെ നേതൃത്വത്തിൽ വീണ്ടും നിയമം ലംഘിച്ച് ഈ ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊണ്ടുവരാൻ പോകാൻ ശ്രമിച്ചു. അവരും ഗുരുതരമായ തെറ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിച്ച് തീരുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ 3 പേർ അഴികൾക്കുള്ളിലാവും. ശരിക്ക് കേസ് അന്വേഷണം നടത്തിയാൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും അഴിക്കകത്താവും. കാരണം അവരുടെ കൂടി അനുവാദത്തോടു കൂടിയ അറിവോടുകൂടിയാണ് ഒരു പ്രാവശ്യം കൊള്ള നടന്നതും 2ാമത്തെ പ്രാവശ്യം കൊള്ള നടത്താൻ ശ്രമം നടത്തിയതും. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടെ എല്ലാം ഈ കപട അയ്യപ്പ ഭക്തി കാണിച്ച ഗവൺമെൻറ്റിന് തുടരെയാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യം എന്താ? പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ നടത്തിയ പ്രസ്താവന എന്താണ്? ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ്. അവിടെ ഇന്നലെ എല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത്. ഏത് സമയത്തും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. വലിയ അപകടം. പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുള്ള, പല വാർത്തകളിൽ കേട്ടിട്ടുള്ള ഏത് അപകടത്തിനും സാധ്യതയുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം 4 ദിവസങ്ങളിൽ വന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഭയാനകമായ സ്ഥിതിയാണ്, ഇതിനു മുൻപ് ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല എന്നാണ്. അതിന് ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമം വന്നു. എന്നാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്? 10-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്, അല്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ബാധകമായി തുടങ്ങിയത് വൃശ്ചികം 1-ാം തീയതി 17-ാം തീയതിയാണ്. ശബരിമലയിലെ സീസണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്ന ഒരാഴ്ച മുമ്പാണോ? UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മുഖ്യമന്ത്രി പമ്പയിൽ പോയിരുന്നിട്ടാണ് അവിടെ എല്ലാത്തിൻ്റെയും കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു ചുക്കും ചെയ്തില്ല. അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ, അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ, അവർ ഈ പ്രാവശ്യത്തെ സീസണും കൂടി വികലമാക്കി മാറ്റി. അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു? അവിടെ
വലിയ ക്യൂ ആണ്, 10-15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്യൂ നിയന്ത്രിക്കാൻ സംവിധാനമില്ല. കുടിവെള്ളം ഉണ്ടായിരുന്നില്ല, കുടിവെള്ളം. ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടോയ്ലറ്റിൽ വെള്ളമില്ലായിരുന്നു, കുടിവെള്ളം, കുടിക്കാൻ കുടിവെള്ളം ഇല്ല, ടോയ്ലറ്റിൽ വെള്ളമില്ല, വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ, മലിനമായ പമ്പ. ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്? സീസൺ തുടങ്ങുന്നതിൻ്റെ തലയാഴ്ചയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പം മനഃപൂർവ്വം അവർ വീണ്ടും ശബരിമലയിലെ സീസൺ മുഴുവൻ, എത്ര പേരാണ്, എത്ര അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചു പോയത്? പമ്പയിൽ പോലും എത്താൻ കഴിയാതെ പന്തളത്ത് വന്ന് മാല ഊരി തിരിച്ചു പോയ അയ്യപ്പ ഭക്തന്മാർ ആയിരക്കണക്കിനാണ്. ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി കാപട്യം കാണിച്ച ആളുകൾ തന്നെ സ്വർണ്ണക്കൊള്ള നടത്തുകയും ഈ സീസൺ മുഴുവൻ കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ഞങ്ങൾ ഗൗരവത്തോടുകൂടി ആലോചിക്കുകയാണ്, ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ UDFൻ്റെ ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ സാമ്പത്തിക രംഗം ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭരണ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുകയാണ്. ഖജനാവിൽ 5 പൈസയില്ല, വലിയ കടം, ഇപ്പം തന്നെ 4.5 ലക്ഷം കോടിയിലധികമായി കടം. അതുകൂടാതെ 20,000 കോടി രൂപ കിഫ്ബിയുടെ കടം, 13,000 കോടി രൂപ പെൻഷൻ കമ്പനിയുടെ കടം, അത് 33,000 കോടിയായി. ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവർ അധികാരം വിട്ടൊഴിയുമ്പോൾ ഏകദേശം 6 ലക്ഷത്തോളം കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് കേരളത്തെ തള്ളിവിടുകയാണ്.